ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ അതാ നമുക്ക് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് വെജ് കുറുമ ഉണ്ടാക്കിയാലേ അതിന് വേണ്ടി ഈ കാണുന്ന സാധനം എല്ലാം എടുക്കാറുള്ളൂ. നമ്മുടെ കിഴങ്ങും ക്യാരറ്റും നടി ഇങ്ങനെ ക്യൂബായിട്ട് അരിയണം. അത് രണ്ടും കൂടെ നമ്മൾ ആദ്യമേ കുക്കറിലോട്ട് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നമുക്ക് വിസിലടിക്കാനായിട്ട് വെക്കാം. അതവിടെ വേട്ടെ. അപ്പോഴത്തേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടി വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് പെരിഞ്ചീരകം ഇട്ട് പൊട്ടുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് സവാളയും കൂടി ഇട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. അത് റോസ്റ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാവേ. അത് മസാലപ്പൊടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതും റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക. അത് ആറുമ്പോഴത്തേക്ക് നമ്മുടെ മിക്സിയുടെ ജാർ എടുത്ത് കൊടുക്കുക. അതിലോട്ട് ഇട്ട് കൊടുത്ത് 2-3 കഷ്ണം നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടെ കുതിർത്ത് ഇട്ട് കൊടുത്ത് ഒരു 2 പിടി തേങ്ങയും കൂടി ഇട്ട് അരച്ച് പേസ്റ്റാക്കി മാറ്റുക. അതിനുശേഷം അതേ ചീനിച്ചട്ടിയിലൂടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും എടുത്ത് താളിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ കിഴങ്ങും ക്യാരറ്റും ഉണ്ടല്ലോ, അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് നല്ലപോലെ റോസ്റ്റാക്കി എടുക്കുക. അന്ന് വെള്ളമൊക്കെ പറ്റി റോസ്റ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ, അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വരണം കേട്ടോ. ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ല ഫ്രഷ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അതും കൂടി ഇട്ട് നല്ല ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഒരു ഭംഗിക്ക് 2 മുട്ടയും കൂടി ഇട്ട് കൊടുക്കണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ കറി മാത്രം മതി നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കള്ളപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദോശക്കല്ലിലോട്ട് നമ്മുടെ മാവ് ഒഴിച്ച് നല്ലപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ട. അപ്പം നമുക്ക് കഴിച്ചാൽ അപ്പോൾ ആ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് നമ്മുടെ കറിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. ടാറ്റാ ബൈ ബൈ, സീ യു.